അങ്ങ് യമനിലെ ഹത്രമൂടിൽ നിന്ന് ഉത്ഭവിച്ച നമ്മുടെ സ്വന്തം കുഴിമന്തി അങ്ങ് കേരളം ഒട്ടാകെ വൈറലാണ്. നമ്മൾ ബിരിയാണി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മന്തിയായിരിക്കും, അല്ല ഒരുപക്ഷെ ബിരിയാണിക്കാളും ഇഷ്ടം മന്തിയായിരിക്കും. അപ്പം ഈ മന്തിയിൽ തന്നെ ഈ കുഴിമന്തി മാറ്റി കിഴിമന്തിയാക്കിയൊരു ടീമുണ്ട് നമ്മുടെ സ്വന്തം തലസ്ഥാനത്ത്. അപ്പം അവിടുത്തെ വിശേഷമാണ് കാണാൻ പോകുന്നത്. വാ. നമ്മൾ ഒരു കിഴി പൊറോട്ട കണ്ടിട്ടുണ്ട്, കിഴി ബിരിയാണി കണ്ടിട്ടുണ്ട്. നമുക്ക് കസ്റ്റമർക്ക് മന്തി കണ്ടിട്ടില്ല. കസ്റ്റമർക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി കൊടുക്കാമെന്നുള്ളൊരു ചിന്തയിൽ നിന്ന് വന്നതാണത്, ഒരു കിഴിമന്തി എന്നുള്ള കോൺസെപ്റ്റ്. അൽഫാമാണോ? അൽഫാമല്ല, നമ്മൾ തവയിൽ തന്നെ ഉപയോഗിക്കുന്ന ചിക്കനാണ്. ഈ തവയിൽ തന്നെ റെഡിയാക്കുന്ന ചിക്കനാണ്. അത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അത് നമ്മൾ ചിക്കൻ തവയിൽ തന്നെ ചെയ്ത് ചിക്കൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ചിക്കൻ മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. നമ്മൾ കൂടുതലും ചിക്കൻ്റെ ഐറ്റമാണ്. ഇവിടെ മട്ടൻ മന്തിയൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും അതൊക്കെ പ്രീ ഓർഡറാണ് കൂടുതൽ ചെയ്യുന്നത്. ചിക്കൻ നമ്മളിങ്ങനെ ഇടിച്ച് പൊട്ടിച്ചാണ് ചെയ്യുന്നത്. ഇടിച്ച് പൊട്ടിച്ച് നമ്മൾ സ്പെഷ്യൽ മസാല വയ്ക്കും ഇതിൽ. നമ്മൾ തുടങ്ങിയിട്ട് എത്ര കാലം ഇപ്പോൾ? കിഴിമന്തി തുടങ്ങിയിട്ട് കുറച്ച് നാളായി. നമ്മൾ ഒരു 4-5 മാസത്തിൽ കൂടുതലായി കിഴിമന്തി തുടങ്ങിയിട്ട്. കിഴിമന്തി കഴിക്കാൻ കത്തി. കിഴിമന്തി അത്യാവശ്യം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട അഭിപ്രായം ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ നിപുലമാക്കി കിഴിമന്തി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോഴത്തേക്ക്. കിഴിമന്തി ഒരു ക്വാണ്ടിറ്റി എത്ര റേറ്റ് വരുന്നത്? ഒരു കിഴി എന്ന് പറയുമ്പോൾ ക്വാർട്ടർ പോർഷനാണ് കൊടുക്കുന്നത്. ഒരു കിഴി എന്ന് പറയുമ്പോൾ റേറ്റ് വരുന്നത് 220 വരുന്നത് റേറ്റ്. ഇപ്പം കിഴി അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഇലയുടെ ഒരു ഫ്ലേവറോട് വരാൻ വേണ്ടി ജസ്റ്റ് കുറച്ച് ഓയിൽ നമ്മൾ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇത് എത്ര സമയം വെക്കും നമ്മൾ? നമ്മളൊരു 2 മിനിറ്റ് ജസ്റ്റ് വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് കൊന്നു ഇങ്ങനെ സെറ്റ് ചൂടാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ കിഴിമന്തി കേട്ടോ. നിങ്ങൾ അധികം ആരും കഴിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കാറില്ല. ഞാൻ അതിൽ കഴിക്കാൻ പോവാണ് എന്തായാലും. വായിലേ കപ്പൽ ഓടിക്കാനുള്ള വെള്ളമുണ്ട്, കാരണം മണം വന്നിട്ട് രക്ഷയില്ല. ചിക്കൻ്റെ മണം എല്ലാം എടുത്തു. അപ്പോൾ ഇത് അൽഫാമെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അംഗം വെട്ടണം. അംഗം വെട്ടാൻ വേണ്ടി മുകളിലേക്ക് പോവാണ്. താഴെയാണ് കിച്ചൺ സൗകര്യം, മേലെ ഡൈനിങ്. അപ്പോൾ ബാ. ഹായ്. അപ്പോൾ നമ്മൾ വേട്ട ആരംഭിക്കാൻ പോവാണ്. നമ്മുടെ സ്വന്തം മജ്ലിസിൽ നിന്നാണ് വേട്ട. പുറത്ത് ഡൈനിങ്ങിന് താഴെ സെറ്റപ്പ് ഉണ്ട്, മേലെ മജ്ലിസ് 2 മജ്ലിസ് ഉണ്ട്. അപ്പോൾ നമുക്കെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ചിക്കൻ പൊള്ളിച്ച മന്തി, അതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം കിഴിമന്തി കഴിക്കാനായിട്ട് വന്നത്. കിഴിമന്തിക്കാണ് നമ്മുടെ മെയിൻ ഐറ്റം. പിന്നെ അതുപോലെ തന്നെ സാധാ മന്തിയുണ്ട്, പിന്നെ ബ്രോസ്റ്റഡ് മന്തിയുണ്ട്. സംഗതി തുടങ്ങാം വേട്ട. അപ്പം ഇത് എല്ലാം സൗദി, അതിൽ അറബിക് സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. മജ്ലിസും അതുപോലെ തന്നെ. പിന്നെ ഷീറ്റ് സുപ്ര എന്നുള്ള ഷീറ്റ്, ഇതിലെ തട്ടിയാണ് കഴിക്കുക ഭക്ഷണം. നിങ്ങൾ മെയിനായിട്ട് വന്നത് കഴിക്കാനല്ലേ, അത് ഇത് കഴിക്കേ. കഴിച്ചിട്ടേ ഇത് പൊളിച്ച് അതിൻ്റെതായി പോയി. ഇനിയിപ്പോൾ ഇത് നോക്ക്, അത് ജസ്റ്റ് അവിടെ വയ്ക്കുക. വയറിഞ്ഞാൽ പിന്നെ പാടല്ലേ. അറിയില്ല. ആ ഉണ്ട്. എൻ്റെ ടേസ്റ്റ് വ്യത്യാസമാണ്, പക്ഷേ സെയിം റൈസ് അല്ല ഉപയോഗിക്കുന്നത്. സെയിം റൈസാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ മസാല മാറ്റമുണ്ട്, ചിക്കൻ മാറ്റം. സംഗതി വെറൈറ്റി കേട്ടോ. നിഷേട്ടാ, നമ്മൾ എക്സാക്ട് ലൊക്കേഷൻ എവിടെ വരുന്നത്? നമ്മൾ വർക്കല മൈതാനത്ത് നിന്ന് നമ്മൾ ക്ലിഫ് മൗണ്ട് റോഡിൽ വരുമ്പോഴത്തേക്ക് ഒരു 500 മീറ്റർ വരുമ്പോൾ ട്രെൻഡ്സ് ഉണ്ടാവും. ട്രെൻഡ്സിന് നേരെ ഓപ്പോസിറ്റ് സെയ്ത്ത് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നിഷേട്ടാ, നമ്മുടെ റെസ്റ്റോറൻറ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വെറുതെ മന്തി കഴിച്ചിട്ട് വയറുണ്ടാ നമ്പറാണ്. പക്ഷേ ചേട്ടൻ പറഞ്ഞ നല്ല അടിപൊളി ഐറ്റങ്ങളുണ്ട്, വെറൈറ്റി ഐറ്റംസ്. യെസ്, ട്രയൽ സാധനം സെറ്റ് വെച്ചിട്ടുണ്ടോ കണ്ടോ. ഇത് നെല്ലിക്കാന്താരി, ഇത് ഓറഞ്ച്, ഇത് മലായ് കുൽഫി, പിസ്ത, പൈനാപ്പിൾ, ബബിൾഗം. ബബിൾഗത്തിന്റെ ഫ്ലേവറാണ്. ആണോ? നമ്മൾ ബബിൾഗം പഴയ ബൂമറിന്റെ ടേസ്റ്റ് അല്ലേ. അപ്പോൾ നെല്ലിക്കാന്താരി മധുരാണല്ലോ, എരിവൊന്നും ഇല്ലല്ലോ. വരുമോ? എരിവുണ്ട് കേട്ടോ. വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി മന്തി ഞാൻ എടുത്തു വരുന്നു. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ
കിഴിമന്തി മസ്റ്റായി കഴിക്കണം, അത് വെറൈറ്റിയാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കൂടെ നല്ല നല്ല വെറൈറ്റി ഐസ് കഴിക്കാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഒന്ന് പറഞ്ഞേക്ക് ടാറ്റ ബൈ. ഓക്കേ.